എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ വചനത്തിലൂടെ സഞ്ചരിപ്പാൻ യേശു കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലേ. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ മേൽ ദൈവശക്തി കൂടുകയാണ്. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായമാണ്. ഇന്ന് നമ്മൾ വായിക്കുന്ന ഒരു വാക്യം അപ്പോസ്തലപ്രവൃത്തി 19-ന്റെ 20-ാം വാക്യം. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഒരു മനുഷ്യനെയാണ് ദൈവം അതിനായിട്ട് ഉപയോഗിച്ചത്, പൗലോസ്. അതിനുവേണ്ടി അദ്ദേഹം കൊടുത്ത വിലയാണ് അതിൻ്റെ കാരണം. ആ ദേശത്തുനിന്ന് തന്നെ ഓടിച്ചു കളയാൻ ഒത്തിരി പരിപാടി പിശാച് നോക്കി. ആ ദേശത്ത് തന്നെ അപവാദം കൊണ്ട് നിറച്ച സ്ഥലമായിരിക്കും, അപമാനിച്ച സ്ഥലമായിരിക്കും. പള്ളിയിൽ നിന്നൊക്കെ ഇറക്കി വിട്ടു, ആക്ഷേപിച്ചു. എന്നാൽ പൗലോസ് ദൈവവചനം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവവചനം നമ്മുടെ വായിൽ നിരന്തരം പറഞ്ഞാൽ ആ വചനം വളർന്ന് പ്രബലപ്പെടും, അതിൻ്റെ റിസൾട്ടുകൾ കൊണ്ടുവരും. യെശയ്യാവ് 55-ൽ പറയുന്ന പോലെ, ഞാൻ അയക്കുന്ന വചനം അതിൻ്റെ കാര്യം സാധിക്കാതെ മടങ്ങി വരില്ല എന്ന് വായിക്കുന്ന പോലെ ദൈവത്തിൻ്റെ വചനം അത് പ്രവർത്തിക്കും. അത് ആകാശത്തുനിന്ന് പെയ്യുന്ന മഴ പോലെ ഭൂമിയിൽ ധാന്യം വിളയിക്കുമെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതുപോലെ കർത്താവ് അയക്കുന്ന വചനം ജനഹൃദയങ്ങളെ തൊടും, വചനം പ്രബലപ്പെടും. വചനം കൊണ്ട് ജനങ്ങളെ നിറക്കുക. ഇതായിരിക്കണം ഈ വർഷം നമ്മളും ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ ഹൃദയത്തിൽ വചനം കൊണ്ട് നിറയ്ക്കുക. ദൈവവചനം കൊണ്ട് നിറഞ്ഞ പാട്ടുകൾ അവരെ പഠിപ്പിക്കുക. ദൈവവചനത്തിലെ ഓരോ കഥകൾ അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന ലളിതമായി അവരെ പഠിപ്പിക്കുക. യോനാപ്പച്ചൻ, അങ്ങനെയുള്ള കഥകൾ ഒത്തിരി. കുള്ളൻ സഖായി മരത്തിൽ കയറി, ആ ഒരു രീതിയിൽ അവരുടെ അകത്ത് അവർക്ക് പറ്റുന്ന മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ഉള്ളിൽ ദൈവവചനം കയറ്റുക. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രസിഡൻ്റായ വി എ തമ്പിച്ചാൻ്റെ ഭാര്യ മറിയാമ്മ തമ്പി ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ വളർച്ചയ്ക്ക് വലിയ ഒരു ചലനമായിരുന്നു. വി എ തമ്പിച്ചാൻ്റെ നെടും തൂണായിട്ട് ആ മീറ്റിങ്ങിൽ, ആ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ വളർച്ചയിൽ സഹായിച്ച ഒരു സഹോദരി. ആൻറ്റി ചെയ്ത കാര്യം എനിക്കറിയാം. ഞാൻ വർഷങ്ങൾ അവരോട് കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ആൻറ്റി US-ലും ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് വരുമ്പോൾ അവിടെയുള്ള വലിയ ബുക്ക് സ്റ്റാളുകൾ, ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളുകളുണ്ട്. വലിയ ഗോഡൗൺ പോലത്തെ വലിയ ബുക്ക് സ്റ്റാളുകളാണ്. ആ ബുക്ക് സ്റ്റാളുകളിൽ കയറി കെട്ടുകണക്കിന് കൊച്ചുകുട്ടികളുടെ കഥാപുസ്തകങ്ങളുമായിട്ട് ഇറങ്ങും. ആ പുസ്തകങ്ങളെല്ലാം വാങ്ങി അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന വേറെ ഒന്നുമില്ല, ഈ പുസ്തകങ്ങളാണ്. ദാനിയേൽ അപ്പച്ചൻ്റെ, നോഹ അപ്പച്ചൻ്റെ കഥകൾ, കാർട്ടൂൺ, ക്രിസ്ത്യൻ കാർട്ടൂൺ പുസ്തകങ്ങളെല്ലാമായിട്ട് വന്ന്. ആൻറ്റിക്ക് 4 മക്കളാണ്. 4 മക്കൾ 4 സ്ഥലത്താണ്. ഒരാൾ മുംബൈയിൽ, ഒരാൾ കൽക്കട്ടയിൽ, ഒരാൾ കേരളത്തിൽ, അന്ന് ഒരാൾ ഗോവയിൽ. ഈ 4 സ്ഥലത്തും ആൻറ്റി US-ൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ ഓരോ സ്ഥലത്തോട്ടും പോകും. അവിടെ ഓരോ 1-2 ആഴ്ച അവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങളെ ഈ കഥാപുസ്തകം അവരെ കാണിച്ച് കഥ പഠിപ്പിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോകും. അടുത്ത കൊച്ചുമക്കളെ വട്ടത്തിലിരുത്തി കഥയൊക്കെ പഠിപ്പിച്ച് മിഠായി എല്ലാം കൊടുത്ത് അടുത്ത സ്ഥലത്തോട്ട് പോകും. ഇന്ന് നിങ്ങൾക്കറിയാമോ, ഈ മറിയാമ്മാൻ്റിയുടെ കൊച്ചുമക്കളെല്ലാം കർത്താവിൻ്റെ വേലക്കാരാണ്. അവർ വർഷിപ്പ് ലീഡേഴ്സാണ്. അവർ അസാധാരണമായിട്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരാണ്. എങ്ങനെ ഇത് സംഭവിച്ചു? അവരുടെ ഉള്ളിൽ ദൈവവചനം ഇട്ടു. അതുകൊണ്ട് എന്ത് പറ്റി? ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. വചനം പരന്നാൽ മാത്രം പോരാ, അത് പ്രബലപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ വചനം പ്രബലപ്പെടണം. കൊച്ചു പ്രായത്തിലേ ഇത് കേട്ട് പാസ്റ്റർ M.A. വർഗീസിൻ്റെ 2 കുഞ്ഞുങ്ങൾ, അവരെല്ലാം മീറ്റിങ്ങിലും ഇരിക്കും. ഒരു മീറ്റിംഗ്, ഒരു ഉപവാസ പ്രാർത്ഥന ഇവർ മുടക്കത്തില്ല. അതിൻ്റെ പേരിൽ അവർക്ക് പല വർഷങ്ങളും വിജയങ്ങൾ കാണാൻ കഴിയാതെ പോയി വിദ്യാഭ്യാസ മേഖലയിൽ. എന്നാൽ
ഇന്ന് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നവനേക്കാൾ കൂടുതൽ ഡിഗ്രിയുമുണ്ട്. അവര് വചനത്താൽ പരന്ന് പ്രബലപ്പെട്ടവരാണ്. ദൈവവചനം കൊണ്ട് മാത്രമേ നമുക്ക് പ്രബലപ്പെടാൻ കഴിയൂ. ഈ വർഷം ഉള്ളിൽ ദൈവവചനം കൊണ്ട് നിറക്കുക. പൗലോസ് ചെയ്തത് തുറന്നോസിന്റെ പാഠശാലയിൽ 2 വർഷം ദൈവവചനം കൊണ്ട് വരുന്ന ജനങ്ങളെ നിറച്ചു. അങ്ങനെ ജനഹൃദയങ്ങൾ മുഴുവനും യേശുക്രിസ്തു എന്ന ദൈവ പുത്രനെ കുറിച്ച് ശരിയായ രീതിയിൽ അറിഞ്ഞു. ആ തിരിച്ചറിവ് അവരെ, വാസ്തവമായിട്ട് നിങ്ങൾ സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്നാണ്. അങ്ങനെ ആ വന്നവരെല്ലാം യേശുവിനെ അറിഞ്ഞു. വചനത്തിന് ഒരു ശക്തിയുണ്ട്. ആ വചനത്തിൽ അവർ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ ആ ദേശത്ത് ഉണ്ടായിരുന്ന അന്തരീക്ഷം മാറി, ഒരു ഇരുളിൻ്റെ അന്തരീക്ഷം മാറി വെളിച്ചം വ്യാപരിക്കാൻ തുടങ്ങി. അതോടുകൂടി രോഗസൗഖ്യങ്ങളും വിടുതലുകളൊക്കെ എളുപ്പമായി. മാത്രമല്ല, പൗലോസിനൊരു മാന്യത ദേശത്തുണ്ടായി. യേശുവിൻ്റെ നാമത്തിനൊരു മാന്യതയുണ്ടായി. അങ്ങനെ മന്ത്രവാദികളെല്ലാം മന്ത്രവാദത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരുടെ മന്ത്രവാദ പുസ്തകങ്ങളെല്ലാം വിറ്റു. അവരെല്ലാം കർത്താവിൻ്റെ വകയായി. ആ ദേശത്തെ പിശാച് ഉപയോഗിച്ചിരുന്നവരെല്ലാം യേശു കർത്താവിൻ്റെ വകയായി മാറി, കർത്താവ് ഉപയോഗിക്കുന്നവരായി മാറി. ഇങ്ങനെ ദൈവവചനം, ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. അതിനുവേണ്ടി ഒരു കൃഷിക്കാരനെ പോലെ നല്ല ഹൃദയത്തിൽ വിത്ത് വിതയ്ക്കുന്ന ഒരു കൃഷിക്കാരനായി പൗലോസ് അവിടെ അധ്വാനിച്ചു. വലിയ വില മുടക്കി. ഈ ദിവസങ്ങളിൽ ജീസസ് എവരിഡേയിലൂടെ ഞങ്ങൾ വർഷങ്ങളായി അതിനുവേണ്ടി വില മുടക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് വാഴണം, ഐശ്വര്യമായി വാഴണം. കർത്താവ് നിങ്ങളിൽ പ്രബലപ്പെടണം. ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കണം. ആർക്കും ഇളക്കി മറിക്കാൻ കഴിയാത്തവരായി, വിശ്വാസത്തിൽ നിറഞ്ഞവരായി, അഭിഷേകത്തിൽ എന്നും കുതിർന്നവരായി, പാനപാത്രം നിറഞ്ഞ് കവിയുന്നവരായി നിങ്ങളും ഞാനും എപ്പോഴുമായിരിക്കണം. പിശാചിന് ഒരിടം പോലും ഇല്ലാത്ത നിലയിൽ നമ്മുടെ ഓരോ നിമിഷങ്ങളും വചനത്താൽ ശക്തിയുള്ളതായി മാറണം. ചിരിക്കാൻ കഴിയാത്തിടത്ത് ചിരിക്കാൻ കഴിയുന്നവരായി മാറണം. കരച്ചിൽ മാത്രമുള്ളിടത്ത് ആഘോഷിക്കുന്നവരായി മാറണം. നിരാശപ്പെടുത്തുന്നിടത്ത് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനമുള്ളവരായി നാം നിൽക്കണം. പിശാചിന് മറിച്ചു കളയാൻ കഴിയാത്ത പ്രബലരായി നാം മാറണം. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്നു, ശക്തിയോടെ പരന്നു. സൗഖ്യങ്ങൾ കൊണ്ട് പരത്തി, വിടുതലുകൾ കൊണ്ട് പരന്നു. പൗലോസ് പോണ്ട, പൗലോസിന്റെ ഡ്രസ്സ് പോയി കാര്യങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെ ദേശം മുഴുവനും അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞു. എത്ര ഭയങ്കരമല്ലേ! ഇതിന്നും ആവർത്തിക്കപ്പെടുന്നതല്ലേ? ഇതിൻ്റെ പുറകിൽ വില മുടക്കാൻ എന്നെ കേൾക്കുന്ന ദൈവ പൈതൽ, നിങ്ങൾ അതിനുവേണ്ടി വില മുടക്കിയാൽ അതിനൊരു പാസ്റ്റർ ആകണമെന്നില്ല, അതിനൊരു പ്രത്യേക ഓർഡിനേഷൻ കിട്ടിയ ഒരു ഇവാഞ്ചലിസ്റ്റ് ആകണമെന്നില്ല, നിങ്ങൾ ഒരു പക്ഷേ ഒരു പ്രോഫറ്റ് ആയിരിക്കുകയില്ല, എങ്കിലും നിങ്ങളൊരു ദൈവ പൈതലാണോ? മതി, അത് മാത്രം മതി. ഒരു യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽ, ആ ദൈവ പൈതലിനെ കൊണ്ട് കർത്താവ് എന്തെല്ലാം ചെയ്യിക്കാൻ പോകുന്നു എന്നുള്ളത് ലോകം ഇനിയും കാണാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ഉണർവ് ഒരുപക്ഷെ നിങ്ങളിലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും കേൾക്കുന്നത്. ജീസസ് എവരിഡേ നിങ്ങളെ ഉണർവിലേക്ക് നയിക്കും. ജീസസ് എവരിഡേ നിങ്ങളെ പുതിയ ചുവടുവയ്പ്പുകളിലേക്ക് നയിക്കും. എങ്ങനെ അറിയാം? എൻ്റെ ആത്മാവിൽ അറിയാം. കാരണം ഇത് ഹൃദയത്തിൽ നിന്നും പരമാർത്ഥതയിൽ നിന്നും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിനകത്ത് വില നന്നായിട്ട് മുടക്കി തന്നെ ചെയ്യുന്നത് കൊണ്ടും യാതൊരു പ്രതിഫലവും മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ചെയ്യുന്നത് കൊണ്ടും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇത് ജനഹൃദയങ്ങളെ മാറ്റിമറിക്കും, ജനങ്ങളെ സൗഖ്യമാക്കും, ജനങ്ങളുടെ അവസ്ഥ മാറ്റും. ദൈവവചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെടട്ടെ. എല്ലാ കുടുംബങ്ങളിലും സുവിശേഷം ശക്തിയോടെ വ്യാപരിക്കട്ടെ.
21 വാക്യം. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോന്യയിലും അഖായിലും കൂടി കടന്ന് യെരുശലേമിലേക്കും പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഒരു ഉണർവുണ്ടായപ്പോൾ അവിടെ തന്നെ ജീവിതകാലം ചെലവഴിക്കാമെന്ന് അദ്ദേഹത്തിന് താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ പൗലോസിന് ആ രാജ്യത്ത് ഭയങ്കര വിലയാ. ഇന്നത്തെ ഭാഷയെ പറഞ്ഞ പൗലോസിന്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ ആൾക്കാർ ക്യൂ എന്ന് പറയാം. അതുപോലത്തെ അവസ്ഥയാണ്. അദ്ദേഹത്തിന് ഇതിലൊന്നും താല്പര്യമില്ല. അദ്ദേഹത്തിന് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഹൃദയത്തിൽ തീരുമാനങ്ങൾ എടുത്തു. എന്താണ്? മക്കദോനിയയിലേക്ക് പോകണം, യെരുശലേമിലേക്ക് പോകണം. വലിയ തീരുമാനങ്ങളാണ്, വലിയ പദ്ധതികളകത്ത് കിടക്കുകയാണ്. ഒന്നിലും നാം ഒതുങ്ങിപ്പോകരുത്. നമ്മെ ആരെങ്കിലും പ്രശംസിക്കാൻ തുടങ്ങുമ്പോൾ, നമുക്ക് വലിയ സമൃദ്ധിയും അനുഗ്രഹവും വരുമ്പോൾ, അടുത്ത സ്ഥലങ്ങളിലേക്കും സുവിശേഷത്തിൻ്റെ ശക്തിയേറിയ വ്യാപനത്തിനായി നാം വിശ്രമമില്ലാതെ അധ്വാനിക്കുന്ന മനസ്സിൻ്റെ ഉടമയായി മാറണം. ഒരു കഠിനാധ്വാനിയായി മാറണം. പൗലോസിനെ നോക്കി ഏറ്റൊടുവിൽ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്ന കാലത്ത് എൻ്റെ പാസ്റ്റർ ബഹുമാനിച്ചിരുന്ന, എം എ വർഗീസ് പാസ്റ്ററൊക്കെ ബഹുമാനിക്കുന്ന വി എ തോമസ് എന്ന ഒരു ദൈവദാസൻ IPC ചർച്ചിലുണ്ടായിരുന്നു. അദ്ദേഹം 5-6 ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിരുന്നു. ന്യൂ ഇന്ത്യ ചർച്ച് കോഡിൽ പഠിപ്പിച്ചിരുന്നു, ചിങ്ങവനത്ത്, അതുകൂടാതെ പലയിടത്തും. അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്നു PN സക്കറിയ എന്ന അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായിരുന്ന ഒരു വലിയ വേദ അധ്യാപകനാണ്. എനിക്ക് തോന്നുന്നു മണക്കാല ബൈബിൾ കോളേജിൽ വർഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വി എ തോമസ് സാറിനോട് PN സക്കറിയ സാറ് പറഞ്ഞു, തോമസേ, ശിഷ്യനാണല്ലോ, തോമസേ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടല്ലേ. കാരണം ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിൽ നിന്ന് അങ്ങനെ. ഒരിക്കൽ ഒരു ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോകുമ്പോൾ സൈലൻസർ കൊണ്ട് കാല് പൊള്ളി. അതൊന്ന് ട്രീറ്റ് ചെയ്യാൻ നേരം കിട്ടാതെ അടുത്ത മീറ്റിങ്ങിന് പോയി. പിന്നീട് ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗർ വർദ്ധിച്ചു. കാല് മുട്ടിന് കീഴെ വെച്ച് മുറിച്ച് കളയേണ്ടി വന്നു. പിറ്റേ ആഴ്ച അടുത്ത കൺവെൻഷൻ ആണ്. ആ കൺവെൻഷൻ മാറ്റിവെച്ചില്ല. ഊന്നുവടിയിൽ കുത്തി നിന്ന് പിടിച്ചു നിന്നുകൊണ്ട് ആ കൺവെൻഷന് പ്രസംഗിച്ചു. PN സക്കറിയ സാറ് പറഞ്ഞു, തോമസേ ഒന്ന് വിശ്രമിച്ചുകൂടെ? എന്താണ് ഒന്ന് വിശ്രമിച്ചാൽ? അപ്പോൾ പറഞ്ഞു, സാറേ, സാറൊക്കെ ദിവസക്കൂലിക്കാരനാണ്, എനിക്ക് കോൺട്രാക്റ്റ് പണിയാ, പണി തീർത്താൽ നേരത്തെ വീട്ടിൽ പോകാം. അതുപോലെ തന്നെ വീട്ടിൽ പോയി. താൻ അധികം കാലം ജീവിച്ചിരുന്നില്ല, എന്നാൽ ഒരു ചരിത്രമായിട്ടാണ് താൻ ഇവിടുന്ന് പോയത്. വി എ തോമസ് ഒരു അത്ഭുതമാണ്. ആ കാലത്ത് യൂട്യൂബില്ല, അദ്ദേഹം പുസ്തകങ്ങളൊന്നും എഴുതിയില്ല. എന്നാൽ അനേക ഹൃദയങ്ങളിൽ വചനം എഴുതി കൊടുത്ത, എൻ്റെ പാസ്റ്ററിനെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ച ഒരു ദൈവപുരുഷൻ പാസ്റ്റർ വി എ തോമസ് എന്ന ദൈവദാസൻ്റെ വളരെയധികം സ്വാധീനം പാസ്റ്റർ എം എ വർഗീസിനുണ്ട്. അദ്ദേഹം ഒരു വേദപണ്ഡിതനായിരുന്നു. അതിൻ്റെതായ ഒരു കൈവപ്പും അനുഗ്രഹവും എം എ വർഗീസ് പാസ്റ്ററിലേക്ക് വന്നു. അത് എത്രയും ആയിരങ്ങളിൽ തൊട്ട് എം എ വർഗീസ് പാസ്റ്ററുടെ ലോക രാജ്യങ്ങളിലേക്ക് വി എ തോമസ് പാസ്റ്ററിൻ്റെ ആ ദൈവവചന ജ്ഞാനം വ്യാപിക്കാനിടയായി. ഇതൊക്കെ ആരംഭകാലങ്ങളിലുണ്ടായിരുന്ന എന്നെപ്പോലുള്ള ചിലർക്ക് മാത്രം അറിയാവുന്ന കാര്യം. കർത്താവ് എത്ര വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ദൈവവചനത്തിന് വേണ്ടി വിശ്രമമില്ലാതെ ഓടുന്ന വ്യക്തികളായിട്ട് നമുക്ക് തീരണം. ദൈവവചനം എപ്പോഴും പറയണം, ഡെയിലി പറയണം, അതിലൊരിക്കലും ലജ്ജിക്കരുത്. ദൈവവചനം പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വേറൊന്നിലും നമുക്ക് ലഭിക്കില്ല. കർത്താവ് ബലപ്പെടുത്തട്ടെ. വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കൊയ്തെടുക്കാം. കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ദൈവവചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെടാൻ ഞങ്ങളെ ഒരു ഉപകരണമാക്കി മാറ്റണമേ. വിശ്രമമില്ലാതെ എല്ലാ ഹൃദയങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ ദിവ്യമായ വചനങ്ങളെ വിതച്ച് യേശു ക്രിസ്തുവിനെ എല്ലാവർക്കും കൊടുക്കാൻ ഞങ്ങളെ പറഞ്ഞുവിടണമേ. വിശ്രമമില്ലാതെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവർ, ജീസസ് അവരുടെ ശ്രദ്ധിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ഇത് കേൾക്കുന്നവർ സുവിശേഷത്തിൻ്റെ ശക്തിയുള്ളവരാകട്ടെ. സുവിശേഷം കൊണ്ട് ഇവരുടെ സമാധാനം വർദ്ധിക്കട്ടെ.
ഇവരുടെ വീടുകൾ ആയിരങ്ങൾക്ക് സമാധാനം കൊടുക്കുന്ന വീടുകളാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കാണാൻ കർത്താവ് അവസരം തരും. ഗോഡ് ബ്ലെസ് യു. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ
അതെ അപ്പ. Israel